എനിക്കിത് പറ്റില്ല, ഞാൻ ഇതിന് യോഗ്യനല്ല, എൻ്റെ സമയം കഴിഞ്ഞു, ഞാൻ അത്ര പോരാ, ഞാൻ അതിന് പ്രാപ്തനായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ദിവസവും നമ്മളെ സ്വന്തം മനസ്സിനോട് തന്നെ നമ്മൾ പറയാറില്ലേ? നമ്മെ പുറകോട്ട് വലിക്കുന്ന ഏറ്റവും വലിയ ശത്രു പുറത്താരുമല്ല, മറിച്ച് നമ്മുടെ സ്വന്തം മനസ്സിലുള്ള ചില തെറ്റായ വിശ്വാസങ്ങളാണ്. ഈ ഒരു ചിന്ത മതി നിങ്ങളുടെ വലിയ സ്വപ്നങ്ങളുടെ വലിയ ലക്ഷ്യങ്ങളിലേക്ക് എത്തുന്ന ആ യാത്രയെ തടഞ്ഞു നിർത്താൻ. യെസ്, ഞാൻ ഷംന സോഫിയ, ലൈഫ് ട്രാൻസ്ഫോർമേഷൻ കോച്ച് ആൻഡ് ഹാപ്പിനെസ് ഹാൻഡ് ഹോൾഡർ. ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം സംസാരിക്കുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ലിമിറ്റിംഗ് ബിലീഫാണ്. ഇന്ന് നമ്മളുടെ ഡേ 2 ആണ്. രണ്ടാമത്തെ ദിവസം 100 ദിവസം ട്രാൻസ്ഫോർമേഷൻ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുള്ള രണ്ടാമത്തെ ദിവസത്തിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. ആദ്യത്തെ വീഡിയോ കാണാത്തവർ പോയി ആദ്യത്തെ വീഡിയോ കാണുക. ദെൻ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ട വലിയ വിജയത്തിലേക്കും വലിയ ലക്ഷ്യങ്ങളും നേടിയെടുക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയാണിത്. ഇതിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ കമ്മ്യൂണിറ്റീൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യുക. ജീവിതത്തിൽ വലിയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നേടിയെടുക്കണമെന്നും കുടുക്കുകളിൽ നിന്നും സ്റ്റക്കായ അവസ്ഥയിൽ നിന്നും ഇനി മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നൊക്കെ ഓർത്ത് വിഷമിച്ച് മടുത്ത് ജീവിതം തകർന്ന ആളുകളിലേക്ക് ഈ വീഡിയോസ് നിങ്ങൾ എത്തിച്ചും കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും വലിയ ധർമ്മം എന്നുള്ളത്. അപ്പം ആ ധർമ്മത്തിൻ്റെ ഭാഗമായിട്ട്, ആ ചാരിറ്റീൻ്റെ ഭാഗമായിട്ട് നിങ്ങളും പങ്കാളിയാവുക. ഈ ഒരു 100 ഡേ ട്രാൻസ്ഫോർമേഷൻ ട്രെയിനിങ്ങിൽ ഓരോ ദിവസവും വ്യത്യസ്ത ടോപ്പിക്കുകൾ, വ്യത്യസ്തമായ തലങ്ങളിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും സ്ഥിരമായിട്ട് ഓരോ ദിവസവുമുള്ള വീഡിയോസും വ്യത്യസ്തമാണ്, അതിൻ്റെ പ്രാക്ടീസും വ്യത്യസ്തമാണ്. അതിലൂടെ കടന്നു പോവുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മളുടെ രണ്ടാമത്തെ ദിവസം, അപ്പോൾ രണ്ടാമത്തെ ദിവസത്തിൽ ലിമിറ്റിംഗ് ബിലീഫ്, നമ്മളെ തടഞ്ഞു നിർത്തുന്ന, നമ്മളെ ബ്രേക്കാക്കി നിർത്തുന്ന, സ്റ്റോപ്പ് ബ്രേക്ക് ഔട്ടില്ലേ, വണ്ടിക്ക് നമ്മൾ ബ്രേക്ക് ഔട്ടുന്നത് പോലെ ചില സമയത്ത് നമ്മൾ സ്റ്റോപ്പാക്കി നമ്മളെ തടഞ്ഞു നിർത്തുന്ന കുറച്ച് വിശ്വാസങ്ങൾ നമ്മളെ ഉള്ളിലുണ്ട് അല്ലേ? ഇത്തരം വിശ്വാസങ്ങളെ അഡ്രസ്സ് ചെയ്യുകയും ഇത്തരം വിശ്വാസങ്ങളെ കണ്ടെത്തി നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങളും അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം, ആ ഭയത്തിൽ നിന്ന് നമ്മൾ എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വിജയത്തിന് വിലങ്ങുതടിയായിട്ടുള്ള ആ ഭയങ്ങളെ തിരിച്ചറിഞ്ഞ് അവയെ എങ്ങനെ മറികടക്കാം എന്ന് ചർച്ച ചെയ്യാം. അപ്പം ഇന്നത്തെ കാലത്ത് പുതിയൊരു കാര്യം തുടങ്ങാൻ നോക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലൊരു ശബ്ദം, ഉള്ളിൽ നിന്ന് ആരോ ഒരു പറയുന്നത് പോലെ നമുക്ക് തോന്നും. അത് വലിയ ആളുകൾക്കുള്ളതാണ്, അല്ലെങ്കിൽ അത് നിന്നെക്കൊണ്ടൊന്നും പറ്റുന്നതല്ല, അത് നിനക്കുള്ളതല്ല, പിന്നെ നിനക്കതിനുള്ള കഴിവൊക്കെ ഉണ്ടായിട്ടും പക്ഷേ ആഗ്രഹം ഉണ്ടായിട്ടും നമുക്ക് കാര്യമൊന്നുമില്ല, അതിനുള്ള യോഗ്യതയൊക്കെ കുറച്ച് വേണം എന്നൊക്കെ പറഞ്ഞ് ഉള്ളിൽ നിന്ന് ചിലപ്പോൾ നമുക്കൊരു ശബ്ദം നമ്മളോട് ആരോ പറയുന്നത് പോലെ നമുക്ക് തോന്നാം. ഇത് നമ്മളെ വെറും ഭയം കൊണ്ടും അല്ലെങ്കിൽ ഞാൻ തോറ്റു പോയാലോ അല്ലെ ഫെയിലായാലോ എന്നുള്ള ചിന്ത കൊണ്ട് മാത്രം നമ്മൾ എന്തുണ്ട്, എത്രയോ അവസരങ്ങൾ കളഞ്ഞു കുടിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള ഉള്ളിൽ നിന്നുള്ള ശബ്ദങ്ങളെ ഫോളോ ചെയ്ത് ഉള്ളിൽ നിന്ന് ചിലർ പറയും ഇൻഡ്യൂഷൻസ് വരും, നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഡയറക്ഷൻ വരും. അത് ആ മൈൻഡ്ഫുൾനെസ്സിൽ ഇരിക്കുമ്പോഴുള്ള ഇൻഡ്യൂഷൻസ് നിങ്ങൾ ഫോളോ ചെയ്യുക. ചില സമയത്ത് എപ്പോഴും നമ്മൾ ഉള്ളിങ്ങനെ സംസാരിച്ചുകൊണ്ട്, ഇന്നർ സെൽഫ് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഓരോ ചിന്തകളാണ് നിങ്ങളെ ഇങ്ങനെ പല കോൺഷ്യസ് ആയിട്ടുള്ള അൺകോൺഷ്യസ് ആയിട്ടുള്ള ചിന്തകൾ ഇങ്ങനെ കയറി വരും. അപ്പം നിങ്ങൾ അതിനെ തിരിച്ചറിയാനും വേർതിരിച്ച് കണ്ടെത്തി അതിനെ നിങ്ങൾ തിരഞ്ഞെടുക്കാനും നിങ്ങൾക്ക് എന്ത് ചെയ്യണം, കഴിവുണ്ടാവണം എന്നുള്ളതാണ്. നമ്മളെ തന്നെ ഒരു ഇരുട്ടുമുറിയിൽ അടിച്ചു പൂട്ടുന്ന അവസ്ഥയിലേക്ക് പലപ്പോഴും നമ്മൾ ഓരോരുത്തരും മാറുന്നുണ്ട്. ഈ അവസ്ഥയിൽ നിന്നും ഈ അവസരങ്ങളിലേക്ക് നമ്മൾ മാറണം. ഈ അവസ്ഥയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നതിന് പകരം അവസരങ്ങൾ വരുമ്പോഴും അതിനെ ഹിറ്റ് ചെയ്യാനും അതിൽ കയറി പിടിച്ച് പടിപടിയായി മുമ്പോട്ട് കയറി പോകാനുമുള്ള അവസരങ്ങൾ നമ്മൾ തേടിയെത്തണം. ആ തേടിയെത്തുന്ന അവസരങ്ങളിൽ നമ്മൾ പിടിച്ചു തൂങ്ങാൻ കഴിവുള്ളവരാകണം എന്നുള്ളതാണ്. ഈ നെഗറ്റീവ് ചിന്തകൾ നമ്മളെ ശാരീരികമായി തളർത്തുന്നില്ലെങ്കിലും നമ്മുടെ ആത്മവിശ്വാസത്തെ ദിവസവും കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും നമ്മളെ ആത്മവിശ്വാസത്തിനെ തളർത്തുന്ന രീതിയിൽ ഓരോ കാര്യങ്ങളും നമ്മളെ ഇൻഡ്യൂഷൻസ് പറഞ്ഞുകൊണ്ട് നമ്മളെങ്ങനെ തളർത്തിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ആരും കഴിവില്ലാത്തവരല്ല. വ്യത്യസ്ത മേഖലയിൽ വ്യത്യസ്ത രീതിയിൽ വ്യത്യസ്തത പുലർത്തുന്നതാണ് ഓരോ മനുഷ്യനും. അവർക്ക് അവരുടേതായ കഴിവുകളുണ്ട്, അവരുടേതായ രീതിയിൽ അവർക്ക് പെർഫോം ചെയ്യാൻ കഴിയും. അങ്ങനെ നമ്മുടെ കഴിവിനനുസരിച്ചും നമ്മുടെ ആറ്റിറ്റ്യൂഡിനനുസരിച്ചും ബിഹേവിയറിനനുസരിച്ചും ഒക്കെയുള്ള രീതിയിൽ നമ്മൾ മോൾഡ് ചെയ്തെടുത്ത പല സ്കില്ലുകൾ നമുക്കുണ്ട്.
മറിച്ച് കഴിവില്ല എന്ന് നമ്മളെ വിശ്വസിപ്പിക്കുകയാണ് നമ്മൾ ഓരോ സമയത്തും ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത്, എനിക്കതിന് കഴിയില്ല എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ നമ്മൾ തളർത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ നിന്നാണ് നമുക്ക് മാറ്റം കൊണ്ടുവരേണ്ടത്. ഞാനൊരു ചെറിയൊരു കഥ പോലെ പറഞ്ഞുതരാം. ഒരു പയ്യൻ, ആ പയ്യന് പിന്നെന്താണ് നല്ല കഴിവുണ്ട്, കാര്യങ്ങളൊക്കെ അറിയാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ദിവസം അവന് എന്ത് ചെയ്തു, ഒരു പ്രൊജക്റ്റ് ലഭിച്ചു. ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ ലഭിച്ച സമയത്ത് അവൻ്റെ ഉള്ളിൽ നിന്ന് പെട്ടെന്ന് ഒരു ഫിയർ, ഒരു തോന്നൽ വന്നു. പിന്നെ എനിക്ക് ഇംഗ്ലീഷൊന്നും നല്ല ഫ്ലുവൻ്റ് ആയിട്ട് അറിയില്ലല്ലോ, ഈ പ്രൊജക്റ്റ് എനിക്ക് നന്നായിട്ട് ചെയ്യാൻ അറിയാം, ഇപ്പം എനിക്ക് സക്സസ് ആക്കാനും പറ്റുമെന്ന് എനിക്കറിയാം, ഇതിനെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് കൊണ്ടുപോകാനും അറിയാം. പക്ഷേ എനിക്ക് ഇംഗ്ലീഷിലൊന്നും ഫ്ലുവൻ്റ് ഇല്ല. വലിയ വലിയ ആളുകളായിട്ട് വലിയ വലിയ ഡീലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഇംഗ്ലീഷ് ഇല്ലാതെ സംസാരിക്കാൻ പറ്റുമോ? അപ്പം ഞാൻ അവിടെ എൻ്റെ സക്സസ്സിനെ അത് ബാധിക്കുമോ? ഞാനത് പിന്നെ ചെയ്യാൻ പറ്റാതായി പോവുമോ എന്നുള്ള ചിന്ത കാരണം, അല്ലെങ്കിൽ ഞാനൊരു സാധാരണ കുടുംബത്തിൽ നിന്നാണ്, അപ്പോൾ ഇംഗ്ലീഷൊക്കെ നന്നായി സംസാരിക്കാൻ അറിയാത്തത് കൊണ്ട് എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്ത കാരണം അവന് ആ അവസരം വേണ്ടാന്ന് വെച്ചു. ആ അവസരം വേണ്ടാന്ന് വെച്ചു. ആ പ്രൊജക്റ്റ് അവന് വിജയിക്കുന്നത് സാധ്യതേനെ അവന് കുറച്ച് കണ്ടു. ദെൻ അവന് വേറൊരാൾ ഈ പ്രോജക്റ്റ് ഏറ്റെടുത്തു. ആ പ്രൊജക്റ്റ് ഏറ്റെടുത്ത വ്യക്തി അത് ഏറ്റെടുത്തു എന്നുള്ളതൊക്കെ ഇവൻ അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ അവനേക്കാളും കഴിവ് കുറഞ്ഞ ആളാണ് അത് ഏറ്റെടുത്തതെന്നും അവന് മനസ്സിലായി. പക്ഷേ ഈ പ്രൊജക്റ്റിൻ്റെ ഓരോ ഗ്രോത്തും അവൻ നോക്കിക്കൊണ്ടിരുന്നു. ആ വ്യക്തി സിമ്പിളായിട്ട് ആ പ്രൊജക്റ്റിനെ അവൻ്റെ കഴിവ് വെച്ച്, അവൻ്റെ അത്രയും കഴിവില്ലെങ്കിലും അവന് ആ പ്രൊജക്റ്റ് ഏറ്റെടുത്ത വ്യക്തിൻ്റെ മാക്സിമം എഫേർട്ടും അതിനുള്ള ലിവറേജൊക്കെ യൂസ് ചെയ്തിട്ട് അവൻ ആ പ്രൊജക്റ്റിനെ ഭംഗിയായിട്ട് സക്സസ്സിലേക്ക് കൊണ്ടുപോകുന്നത് ഇവൻ നോക്കിക്കണ്ടു. അപ്പോൾ ഈ പയ്യന് ഇത്രയും വലിയ ഓപ്പർച്യൂണിറ്റിയും നെക്സ്റ്റ് ഗ്രോ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ട് ഇവൻ്റെ ഈ ലിമിറ്റിംഗ് ബിലീഫ്, ഞാൻ പാവപ്പെട്ടവനാണ്, അല്ലെങ്കിൽ ഞാൻ അതിന് യോഗ്യനല്ല, എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിവില്ല എന്നുള്ള ഒരു ലിമിറ്റ് ചെയ്ത അവൻ്റെ ആ ഒരു ലിമിറ്റ് ചെയ്ത ആ വിശ്വാസമാണ് അല്ലേ, അവനെ പിടിച്ചു നിർത്തിയ ആ വിശ്വാസത്തിനെയാണ് എന്ത് ചെയ്ത് ആ വലിയ ഗ്രോത്തിൽ നിന്ന് അവനെ സ്റ്റക്കാക്കി നിർത്തിയിട്ടുള്ളത്, അല്ല അവനെ അവിടെ തടഞ്ഞു നിർത്തിയിട്ടുള്ളത്. അപ്പോൾ പ്രശ്നം ഈ പയ്യൻ്റെതായിരുന്നില്ല, മറിച്ച് അവന് പറ്റില്ല എന്നുള്ള അവൻ്റെ മനസ്സിൻ്റെ തെറ്റായ വിശ്വാസമായിരുന്നു. ഇതുപോലെ നമ്മളിൽ എത്ര പേരുണ്ട്, ഇതുപോലെ പല അവസരങ്ങളും കളഞ്ഞു കുടിച്ചിട്ടുള്ള എത്ര പേരുണ്ട് നമ്മളിൽ? ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമ്മൾ ഓരോരുത്തരും പലപ്പോഴും ഇങ്ങനെ തന്നെയല്ലേ? നമ്മുടെ ജീവിതം നമ്മളിങ്ങനെ പല അവസരങ്ങളിൽ നിന്നും ഒളിച്ചോടുന്നുണ്ട് അല്ലേ? ശരിക്കും ഒളിച്ചോടുക ചെയ്യലേ? ശരിക്കും ഈ തടസ്സപ്പെടുത്തുന്ന വിശ്വാസങ്ങൾ നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുത്തതല്ലല്ലോ. കുട്ടിക്കാലം മുതൽ നമ്മുടെ സമൂഹം, നമ്മുടെ പാരൻസ്, നമ്മുടെ സിബ്ലിങ്സ്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾ, നമ്മളെ സാഹചര്യങ്ങൾ, മറ്റുള്ളവർ പറഞ്ഞ നെഗറ്റീവ് വാക്കുകൾ, നമ്മുടെ തലച്ചോറിൽ ഇതൊക്കെ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നിങ്ങളുടെ വിജയത്തിന് മുന്നിലെ ആ സ്പീഡിനെ ബ്രേക്ക് ചെയ്യുന്ന സ്പീഡ് ബ്രേക്കർ എന്ന് പറയാം. ഈ വിശ്വാസങ്ങളെ നമ്മൾ ലിസ്റ്റ് ചെയ്ത് പുറത്തെടുത്താൽ മാത്രമേ അവയെ മാറ്റാൻ കഴിയുള്ളൂ. എന്ന് നിങ്ങൾ ഇതിനെ തിരിച്ചറിയുന്നു, എന്ന് നിങ്ങൾ ഇവയെല്ലാം കണ്ടെത്തുന്നു, ഇതെൻ്റെ ലിമിറ്റിംഗ് ബിലീഫാണെന്ന് മനസ്സിലാക്കുന്നു, ഇതെന്നെ തടഞ്ഞു നിർത്തുന്ന എൻ്റെ മാത്രം വിശ്വാസമാണെന്ന് നിങ്ങൾ കണ്ടെത്തുന്നു. പണത്തിൽ ബുദ്ധിമുട്ടുണ്ടല്ലേ? പല വ്യക്തികൾക്കും പണത്തിൽ ബുദ്ധിമുട്ടുണ്ട്. ചില ആളുകൾ പറയും റിലേഷൻഷിപ്പിൽ എൻ്റെ പാരൻസിനെ പോലെ തന്നെയാണ് എൻ്റെ ജീവിതം, അല്ലെ എൻ്റെ പാരൻറ്റിനെ പോലെ, അല്ലെ അവരെ പോലെ ആയിപ്പോയി എൻ്റെ ജീവിതം എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ അവിടെയൊക്കെ അവരെ റോങ് മോഡൽസ് കോപ്പി ചെയ്തിട്ടുണ്ട്. ആ വിശ്വാസം, ആ രീതികളും നമ്മൾ ഉള്ളിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ആ തലച്ചോറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഇതിനെ റീഫ്രെയിം ചെയ്യണം, ബ്ലൂ പ്രിൻ്റ് ക്രിയേറ്റ് ചെയ്യണം. അതാണ് നമ്മൾ ABC പ്രോഗ്രാമിൽ നമ്മൾ ചെയ്യുന്നത്. അബണ്ടൻറ്റ് ബ്ലൂ പ്രിൻ്റ് ക്രിയേഷൻ പ്രോഗ്രാം ലെവൽ 1 പ്രോഗ്രാമിൽ നമ്മൾ 5 ഏരിയകളിൽ നിങ്ങൾ ബ്ലൂ പ്രിൻ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. എല്ലാത്തിലും നമ്മൾ ആ ബ്ലൂ പ്രിൻ്റ് നമ്മൾ എങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ ജീവിതം ഏത് രീതിയിൽ എങ്ങനെ ആവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ ആ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് നമ്മൾ ബ്ലൂ പ്രിൻ്റ് നമ്മൾ തലച്ചോറിൽ ഫീഡ് ചെയ്ത് കൊടുക്കണം. പുതിയ ബ്ലൂ പ്രിൻ്റ് അവിടെ വരച്ച് കാണിച്ചു കൊടുക്കണം. അതിലേക്കുള്ള ഗ്രോത്തിന് കാണിച്ചു കൊടുക്കണം. സക്സസ്സിലേക്ക് ത്വരിതപ്പെടുത്തുന്ന കാര്യങ്ങളിലേക്ക് നമ്മളെ എത്തിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. വിജയം ഉറപ്പായിരിക്കും. അങ്ങനെയാണ് നമുക്ക് വിജയത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മൾ തടഞ്ഞു നിർത്തുന്ന, നമ്മളെ തടസ്സപ്പെടുത്തി നിർത്തുന്ന കാര്യങ്ങളെ നമ്മൾ തിരിച്ചറിയണം. എങ്ങനെയെന്നുള്ളതല്ല, ഞാനൊരു പ്രാക്ടീസ് പറഞ്ഞുതരാം.
ശരിക്കും ഒരു പെന്നും പേപ്പറും എടുക്കാം. ഒരു പെന്നും പേപ്പറും എടുത്തിട്ട് നിങ്ങൾക്ക് ഏറ്റവും വലിയ ഗോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോകേണ്ട ഏറ്റവും 3 കാര്യങ്ങൾ എഴുതുക. 3 ലക്ഷ്യങ്ങൾ എഴുതുക, അല്ലെങ്കിൽ മെയിനായിട്ടുള്ള ഫോക്കസ് ചെയ്യുന്ന ഒരു ലക്ഷ്യം എഴുതുക. ആ ലക്ഷ്യത്തിലേക്ക് പോകാൻ നിങ്ങളെ തടസ്സപ്പെടുത്തുന്ന, തടഞ്ഞു നിർത്തുന്ന 3 ചിന്തകൾ എഴുതുക. അതിലേക്ക് എത്താൻ നിങ്ങളെ തടഞ്ഞു നിർത്തുന്ന 3 ചിന്തകൾ എഴുതുക. ഇപ്പോൾ പണം കൊണ്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരാളാണെങ്കിൽ സമ്പത്തിനെ കുറിച്ച് നിങ്ങളെ തടഞ്ഞു നിർത്തുന്ന, സമ്പത്ത് നിങ്ങളിലേക്ക് ഒഴുകി വരുന്നതിനെ കുറിച്ച്, അല്ലെ സമ്പത്ത് നിങ്ങൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് നിങ്ങളെ തടഞ്ഞു നിർത്തുന്ന 3 കാര്യങ്ങൾ എഴുതുക. ഇനി റിലേഷൻഷിപ്പിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വ്യക്തികൾക്കാണെങ്കിൽ റിലേഷൻഷിപ്പിൽ നല്ല സ്മൂത്തായിട്ട് ഭംഗിയായിട്ട് നിങ്ങളെ ജീവിതത്തെ മുമ്പോട്ട് പോകാൻ തടഞ്ഞു നിർത്തുന്ന 3 കാര്യങ്ങൾ എഴുതുക. അല്ല, നിങ്ങൾ വലിയൊരു ലക്ഷ്യമുണ്ട്, ഒരു 1 CR ഉണ്ടാക്കണമെന്ന്, അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യണമെന്ന് വലിയൊരു ലക്ഷ്യമുണ്ട്, അതിലേക്ക് നിങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകാൻ തടഞ്ഞു നിർത്തുന്ന 3 കാര്യങ്ങൾ എഴുതുക. എന്നിട്ട് ചിലപ്പോൾ അതൊരു ഒരു നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് പബ്ലിക് സ്പീക്കിംഗ് പേടിയാണ്, ഇംഗ്ലീഷും അറിയില്ല എന്ന് പറഞ്ഞ പോലെയുള്ള സിമ്പിളായിട്ടുള്ള ചെറിയ ചെറിയ വിശ്വാസങ്ങളോ ചെറിയ ചെറിയ തോട്ട്സോ ആയിരിക്കാം. അല്ലെങ്കിൽ ഞാൻ ഇതിനൊന്നും പറ്റിയ ആളല്ല, ഞാൻ പണക്കാരനല്ല, ഞാൻ പാവപ്പെട്ടവനാണ്, ഇതുപോലുള്ള ചെറിയ ചെറിയ വിശ്വാസങ്ങളായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും നിങ്ങളത് എഴുതിയെടുക്കുക. എന്നിട്ട് ഓരോ ചിന്തേൻ്റെ നേരെ നിങ്ങൾ ഒന്നും കൂടെ ആ ചിന്തയോട് നിങ്ങൾ ചോദിക്കുക. നിങ്ങൾ ആ ചിന്തയോട് ചോദിക്കുക, ഇത് 100% സത്യമാണോ? ഈ പറഞ്ഞ ഈ ഒരു ചിന്ത നിങ്ങൾ എഴുതി വെച്ചത് 100% സത്യമാണോ? ഉത്തരം മിക്കപ്പോഴും എന്താണെന്നറിയോ? അല്ല എന്നുള്ളതായിരിക്കും. അല്ല എന്ന് വരികയാണെങ്കിൽ അത് വെട്ടിമാറ്റുക, അതങ്ങ് വെട്ടുക. താഴെ പുതിയ ചിന്ത എഴുതുക, എനിക്ക് സാധിക്കും, ഞാൻ അതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ അതിനു വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് തിരിച്ചെഴുതുക. അല്ലെങ്കിൽ അതിന് ഉചിതമായ പോസിറ്റീവ് ആക്കിയുള്ള വാക്കുകൾ നിങ്ങൾ മാറ്റി എഴുതുക. എന്നിട്ട് അതൊരു 11 പ്രാവശ്യം നിങ്ങൾ ഉള്ളിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഒരു 7 ദിവസം നിങ്ങൾ 11 പ്രാവശ്യം ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. പുതിയ ബിലീഫ്സ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഇത് സാധിക്കുമെന്നുള്ളതാണ്. എല്ലാവരും ഒരു അഫർമേഷൻ പറഞ്ഞേ. എൻ്റെ പഴയ ഭയങ്ങളും നെഗറ്റീവ് വിശ്വാസങ്ങളും ഞാൻ ഉപേക്ഷിക്കുന്നു. എൻ്റെ കൂടെ പറയേ, എനിക്ക് എല്ലാം പഠിച്ചെടുക്കാനുള്ള കഴിവുണ്ട്, എനിക്ക് സാധിക്കും, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് പറഞ്ഞേ, എൻ്റെ പഴയ ഭയങ്ങളും നെഗറ്റീവ് വിശ്വാസങ്ങളും ഞാൻ ഉപേക്ഷിക്കുന്നു, എനിക്ക് എല്ലാം പഠിച്ചെടുക്കാനുള്ള കഴിവുണ്ട്, എനിക്ക് സാധിക്കും, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. I am powerful, I am success, I can do it, I can. It's very grateful. ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുക. നിങ്ങളെ മനോഹരമായ ജീവിതം നിങ്ങൾക്ക് ഇതുവരെ ലഭിച്ചതിന് ഭയങ്കരമായിട്ട് നന്ദിയോടുകൂടി നിങ്ങൾ അപ്രിഷ്യേറ്റ് ചെയ്യുക. നന്നായിട്ട് സന്തോഷത്തോടുകൂടി മനോഹരമായിട്ടുള്ള സന്തോഷം നിറഞ്ഞ് ഭയങ്കര കഴിവുള്ള എനർജറ്റിക് ആയിട്ടുള്ള ഭയങ്കര സ്മാർട്ടായിട്ടുള്ള ഭയങ്കര ഒരു സ്കിൽഡായിട്ടുള്ള ഒരു വ്യക്തിയായി നിങ്ങൾ മാറിയതിന്, നിങ്ങൾ ഇത്രയും നല്ല ജീവിതം നിങ്ങൾക്ക് തന്നതിന്, ഉള്ള കഴിവിനെ ഓർത്ത് നിങ്ങൾ നന്നായിട്ട് മനസ്സിൽ ഒരു നിറവ് കൊണ്ടുവന്നേ. നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്ന സമയത്ത്, നിങ്ങളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുന്ന സമയത്ത് ഭയങ്കര സന്തോഷം നിങ്ങൾക്ക് തോന്നിക്കേ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അപ്പോൾ നമ്മളെ തടസ്സം നിർത്തുന്ന, നമ്മളെ സ്റ്റക്കാക്കി നിർത്തുന്ന വിശ്വാസങ്ങൾ എഴുതുക. അതിന് നേരെ നമ്മൾ പോസിറ്റീവായിട്ടുള്ള വിശ്വാസം വെട്ടിമാറ്റി എഴുതുക. നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുക, ഇത് ശരിക്കും ഇത് 100% സത്യമാണോ എന്ന് നിങ്ങൾ ചോദിക്കുക. ഓക്കെ, അപ്പോൾ പ്രാക്ടീസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള നേരെ ഓപ്പോസിറ്റ് വാക്കുകൾ എഴുതി ഒരു 7 ദിവസം 11 പ്രാവശ്യം വീതം അത് പറഞ്ഞുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം സംഭവിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ 100 ദിവസം ട്രാൻസ്ഫോർമേഷൻ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ കാര്യം മറക്കണ്ട. കമ്മ്യൂണിറ്റി ലിങ്കിൽ ജോയിൻ ചെയ്യുക. ഇത് വേണ്ട ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളിലേക്ക് നിങ്ങളിത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതുമാണ് നിങ്ങൾ ചെയ്യുന്ന ഒരു ചാരിറ്റി. ഓക്കെ, അപ്പോൾ താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ.